നമ്മൾ ഈ ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ വീടുകളെല്ലാം ക്ലീൻ ആക്കും അല്ലേ? മൊത്തം അടിച്ചു വാരി പഴയ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് ക്ലീനാക്കി ഒരു ഐശ്വര്യം വരുത്താൻ ശ്രമിക്കും. അതേപോലെ നമ്മളാണെങ്കിലും നമ്മളെ നല്ല ഡ്രസ്സുകളൊക്കെ ധരിക്കാനും കീറിയതൊക്കെ എടുത്ത് കളയാനൊക്കെ ശ്രമിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അവിടെ ഒന്ന് കലശം നടത്താത്തത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? പഴയ ഓർമ്മകളെയും പഴയ ചിന്തകളെയും പഴയ എന്നാ പറയുക വികാരങ്ങളെയും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ മലിനമാക്കിക്കൊണ്ട് നമ്മളിരിക്കും. ആ സമയത്ത് അതും കൂടെ ഒന്ന് ശുദ്ധീകരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്തെളുപ്പമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇനി ആവശ്യമില്ലാത്ത ആ ചിന്തകളിലേക്കൊന്നും പോകണ്ട. എനിക്കിനി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി അവർ പറയണ കേൾക്കാൻ പോകണ്ട. ഇവർ പറഞ്ഞു എനിക്കിനി കുറച്ച് നാളേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കിനി ജീവിക്കണം എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ ഉണ്ടാക്കി എടുത്തു നോക്കിക്കേ. നമ്മളിലേക്കും മാറ്റങ്ങളോ ഐശ്വര്യങ്ങളോ ഒക്കെ തന്നെ വരുന്നേ ഈ എല്ലാവരുടെയും പുറകെ കേട്ടോണ്ട് നടക്കാനും എല്ലാവരും പറയണ ചെയ്തുകൊണ്ട് നടക്കുമ്പോഴുമാണ് നമുക്കൊന്നും ഒരു സമാധാനം ഇല്ലാത്തത്. അപ്പം എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കത് സാധിക്കില്ല, മറ്റുള്ളവർക്കേ പറ്റുള്ളൂ, ആ ചിന്താഗതിയും എടുത്തു കളയുക. നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ആ ചിന്തകളെ പഴയതായ എല്ലാ ചിന്തകളെയും എടുത്തു കഴിഞ്ഞാൽ പുതിയ ചിന്തകളെ നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പഴയ ബന്ധങ്ങൾ ഒക്കെ എന്തെങ്കിലും മോശമുണ്ടെങ്കിൽ ഇനി വരുന്ന ഈ 2026 ഒരു മാറ്റം വരുത്തുക. നമ്മൾ മാറുന്നേ, നമുക്ക് മാറാൻ പറ്റും.